നമസ്കാരം പ്രിയമുള്ളവരെ. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ച് പി വി അൻവറിനെ കൂട്ടാതെയുള്ള യു ഡി എഫിൻ്റെ വിജയം യു ഡി എഫിനെ സംബന്ധിച്ച് അത് പത്തരമാറ്റ് മികവുള്ളത് തന്നെയാണ്. കാരണം പി വി അൻവറിനെ ഒപ്പം കൂട്ടി ആ ഇലക്ഷൻ വിജയിച്ചിരുന്നുവെങ്കിൽ അതിൻ്റെ ക്രെഡിറ്റ് ഒരുപക്ഷെ പി വി അൻവറിലേക്ക് പോകുമായിരുന്നു. മാധ്യമങ്ങളും ഇടതുപക്ഷവും ഈ രാഷ്ട്രീയ വിശാരദന്മാരും ഒക്കെ പറഞ്ഞേനെ പി വി അൻവർ ഒപ്പമുണ്ടായതുകൊണ്ടാണ് ആ ഇലക്ഷനിൽ വിജയിച്ചത്, അല്ലെങ്കിൽ ആ ഇലക്ഷനിൽ യു ഡി എഫ് കോൺഗ്രസ് വിജയിക്കില്ലായിരുന്നു. ഇപ്പോൾ പി വി അൻവർ ഇല്ലാതെ കോൺഗ്രസും യു ഡി എഫും വിജയിച്ചിരിക്കുന്നു. അതിൻ്റെ പൂർണ്ണമായ ക്രെഡിറ്റ് കോൺഗ്രസിനും മുസ്ലിം ലീഗിനും യു ഡി എഫിനും അവകാശപ്പെട്ടതാണ് എന്ന വസ്തുത വളരെ റിയലായിട്ട് തന്നെ നമ്മൾ അംഗീകരിക്കേണ്ടി വരും, എന്തൊക്കെ പറഞ്ഞാലും. പക്ഷേ അതിനുശേഷം പി വി അൻവറിൻ്റെ വാതിൽ, യു ഡി എഫിലേക്കുള്ള വാതിൽ ഇപ്പോൾ കൊട്ടിയടക്കപ്പെട്ടിരിക്കുന്നു എന്ന രീതിയിലാണ് റിപ്പോർട്ടുകൾ വരുന്നത്. വി ഡി സതീശൻ്റെയൊക്കെ പ്രസ്താവനകളിൽ ഒരുപക്ഷെ പി വി അൻവറിനെ യു ഡി എഫിലേക്ക് പരിഗണിക്കില്ല എന്ന രീതിയിൽ തന്നെയാണ് വരുന്നത്. ഒപ്പം ഇന്ന് സണ്ണി ജോസഫിൻ്റെ KPCC പ്രസിഡന്റിൻ്റെ അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയും അങ്ങനെ തന്നെ വരുന്നു. കഴിഞ്ഞ ദിവസം അദ്ദേഹത്തെ 20,000-ൽ പരം വോട്ടുകൾ പിടിച്ച് അദ്ദേഹത്തെ പരിഗണിക്കുമെന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഇന്ന് ഒരുപക്ഷെ വി ഡി സതീശൻ്റെ ഒക്കെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടാകാം, വി ഡി സതീശൻ്റെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നത് കൊണ്ടായിരിക്കാം ഇന്ന് KPCC പ്രസിഡന്റിൻ്റെ പ്രസ്താവനയും വരുന്നത് പി വി അൻവറിനെ യു ഡി എഫിൽ എടുക്കുവാൻ സാധ്യതയില്ലാത്ത രീതിയിലേക്കാണ്. അതായത് അദ്ദേഹത്തിൻ്റെ വാതിൽ കൊട്ടിയടക്കപ്പെടുന്നു എന്ന രീതിയിലായിരുന്നു. പി വി അൻവറിനെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാകുന്നു എന്ന് തന്നെയാണ് സംഗതികൾ സൂചിപ്പിക്കുന്നത്. അദ്ദേഹം രാഷ്ട്രീയത്തിൽ എവിടെയുമില്ലാതെ പോകുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ചില കടുത്ത തീരുമാനങ്ങൾ, അദ്ദേഹം ഇനിയും 1 വർഷത്തോളം MLA ആയി തുടരാൻ സാധ്യതയുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ സിറ്റിംഗ് സീറ്റ് രാജിവെച്ച് അദ്ദേഹം ആ സീറ്റ് നഷ്ടപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് എത്തി. അദ്ദേഹത്തെ സംബന്ധിച്ച് അദ്ദേഹം രാഷ്ട്രീയ ഒരു അഭയാർത്ഥിയായി മാറുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. പക്ഷേ അദ്ദേഹം ചർച്ച ചെയ്യുന്ന രാഷ്ട്രീയത്തിന്, അദ്ദേഹം മുന്നോട്ട് വെച്ച രാഷ്ട്രീയം അത് ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം സംഘപരിവാര സ്വാധീനം, പ്രത്യേകിച്ചും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാർ RSS മേധാവികളെ സന്ദർശിച്ചത് ഒക്കെ വലിയ ചർച്ചയാകും അടുത്ത ഇലക്ഷനിലും എന്നത് തർക്കമില്ലാത്ത കാര്യമാണ്. പി വി അൻവർ ഉയർത്തിയ സബ്ജക്റ്റുകൾ അത് കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്യും വരുന്ന നിയമസഭാ ഇലക്ഷനിലും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ പി വി അൻവർ അദ്ദേഹം ആകെ നിലകെട്ട് നിൽക്കുകയാണ്. അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്താൽ അത് യു ഡി എഫിനെ സംബന്ധിച്ച് ഉപയോഗപ്രദം ആകും എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം പി വി അൻവർ ഉയർത്തിയ സംഗതികൾ, അഥവാ അദ്ദേഹം ഉയർത്തിക്കൊണ്ടുവന്ന കാര്യങ്ങൾ, സംഘപരിവാര സ്വാധീനം കേരളത്തിലെ പോലീസിൽ അത് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ഓരോ നിയോജക മണ്ഡലത്തിലും 1000-ൽ കുറയാതെ ആളുകൾ ഉണ്ടാകും എന്നത് വസ്തുതയാണ്. കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങൾ എടുത്താൽ അത് 140-ലും 1000-ൽ കുറയാതെ ആളുകൾ പി വി അൻവർ പറഞ്ഞത് ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന ആളുകളുണ്ടാകും. അവരുടെ വോട്ടുകൾ യു ഡി എഫിന് കിട്ടിയാൽ തന്നെ ഏകദേശം 1000-ലധികം വോട്ടുകൾക്ക് വിജയിക്കുന്ന, മത്സരം മാറിയും മറിഞ്ഞും വരുന്ന 10-15 മണ്ഡലങ്ങളൊക്കെ ഉണ്ടാകും. അത് യു ഡി എഫിൻ്റെ കൈകളിൽ എത്തുമെന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ പി വി അൻവറിനെ, അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പഴയ ബാർഗനിങ് പവറൊന്നുമില്ല, അദ്ദേഹത്തിന് പഴയതുപോലെ ഈ വിലപേശാനുള്ള ശക്തിയില്ല. കഴിഞ്ഞ വാർത്താ സമ്മേളനങ്ങളൊക്കെ വ്യക്തമാകുന്ന അദ്ദേഹം ബേപ്പൂർ നിയമസഭ കിട്ടിയാൽ തന്നെ, നിയമസഭയിൽ മത്സരിക്കാൻ ഒരു അവസരം കിട്ടിയാൽ തന്നെ അദ്ദേഹം കീഴടങ്ങും എന്ന രീതിയിൽ തന്നെയാണ്. കാരണം ബേപ്പൂർ എന്ന് പറയുന്നത് പരമ്പരാഗത ഇടതുപക്ഷ മണ്ഡലമാണ്. ഇപ്പോൾ മുഹമ്മദ് റിയാസാണ് മത്സരിക്കുന്നത്, ടൂറിസം മന്ത്രി, ഒപ്പം പിണറായി വിജയൻ്റെ മരുമകൻ. അദ്ദേഹത്തിനെതിരെ മത്സരിച്ച് അവിടെ വിജയിക്കുവാൻ സാധ്യത ഉള്ള ഒരു സ്ഥാനാർത്ഥിയാണിത്. കാരണം പി വി അൻവറിന് ഇലക്ഷൻ മാനേജ്മെൻറ്റുകൾ അറിയാം, അദ്ദേഹത്തിന് വളരെ വ്യക്തമായ ഇലക്ഷൻ ട്രിക്കുകളും അറിയാം എന്നത് യാഥാർത്ഥ്യമാണ്. മുഹമ്മദ് റിയാസിനെതിരെ മത്സരിക്കുവാൻ പറ്റുന്ന ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ബേപ്പൂരിൽ പി വി അൻവർ എന്ന കാര്യത്തിൽ സംശയമില്ല. ഒപ്പം പി വി അൻവർ പഴയതുപോലെ 2-3 സീറ്റൊന്നും ആവശ്യപ്പെടുന്ന ഒരു സാഹചര്യം ഇപ്പോഴില്ല. അദ്ദേഹത്തിന് ഒരു സീറ്റ് കൊടുത്താൽ തന്നെ അദ്ദേഹം സംതൃപ്തനാകും. മറിച്ച് അദ്ദേഹത്തിൻ്റെ വോട്ടുകൾ ഓരോ മണ്ഡലത്തിലും 1000-ലധികം വോട്ടുകൾ ഉണ്ട് എന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. ആ വോട്ടുകളൊക്കെ യു ഡി എഫിന് കിട്ടുന്ന ഒരു സാഹചര്യം വരികയും ചെയ്യാം. ഇനി പി വി അൻവറിനെ യു ഡി എഫിൽ എടുത്തില്ലെങ്കിൽ പി വി അൻവർ എൽ ഡി എഫിലേക്ക് തിരിച്ചു പോകാനുള്ള സാധ്യതകളുമുണ്ട്. കാരണം നമുക്കറിയാം, നേരത്തെയും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. നേരത്തെ സുൽത്താൻ ബത്തേരിയിൽ അവിടെ ഫാദർ മത്തായി നൂറലാൽ മത്സരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഈ AK ഗോപാലിനെയൊക്കെ തെറിവിളിച്ചുകൊണ്ട് നടന്ന ഒരാളാണെന്ന് നമുക്ക് സംഗതികൾ പഠിക്കുമ്പോൾ മനസ്സിലാകും. ഒപ്പം TK ഹംസ, അദ്ദേഹവും വലിയ കമ്മ്യൂണിസ്റ്റ് വിമർശകനായിരുന്നു. അദ്ദേഹവും പിന്നെ CPM-നോടൊപ്പം ചേർന്നു. അങ്ങനെ പറയുകയാണെങ്കിൽ MVR നമുക്കറിയാവുന്നതാണ്, കുത്തുപറമ്പിലെ വെടിവെപ്പ്. അതിനുശേഷം അദ്ദേഹം അവസാന നിമിഷത്തിൽ CPM-മായി ചേർന്ന് പോകുന്ന ചില സംഗതികൾ ഉണ്ട് എന്ന് വ്യക്തമാണ്. അപ്പോൾ CPM-നെ സംബന്ധിച്ച് അവർ കുറച്ചുകൂടി പ്രായോഗിക രാഷ്ട്രീയം കളിക്കുന്ന സന്ദർഭമാണിത്. പി വി അൻവർ ഒരുപക്ഷെ താൻ പറഞ്ഞതൊക്കെ വിഴുങ്ങിക്കൊണ്ട് അവിടെ നിലമ്പൂരിൽ അടുത്ത നിയമസഭാ ഇലക്ഷനിൽ LDF സ്ഥാനാർത്ഥി ആയിക്കൂടുന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഒരിക്കൽ കൂടി LDFിൻ്റെ കൈകളിലേക്ക് ആ സീറ്റ് പോകും എന്ന കാര്യത്തിൽ സംശയവുമില്ല. കാരണം ഇപ്പോൾ 20,000-ലധികം വോട്ടുകൾ അവിടെ പി വി അൻവർ പിടിച്ചു കഴിഞ്ഞു.
LDFന് കിട്ടിയ വോട്ടുമായിട്ട് നമ്മൾ കൂട്ടിയാൽ 2 വോട്ടും കൂടെ കൂട്ടിയാൽ ഏകദേശം 9,000-ൽ പരം വോട്ടുകൾക്ക് അവിടെ വിജയിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. LDFനെ സംബന്ധിച്ച് ആ ഒരു സീറ്റ് കിട്ടിയാൽ അവർക്ക് ബോണസാണ്. അതുകൊണ്ട് തന്നെ PV അൻവറിനെ ഒപ്പം കൂട്ടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിഞ്ഞതൊക്കെ ക്ഷമിച്ചുകൊണ്ട് ഒപ്പം കൂട്ടിയാൽ ആ മണ്ഡലം നിലമ്പൂർ കോൺഗ്രസിന് UDFന് നഷ്ടപ്പെടുന്ന ഒരു അവസരമുണ്ടാകും. കാരണം PV അൻവറിന്റെ ജനകീയത നമുക്ക് വ്യക്തമാണ്. ആ മണ്ഡലത്തിൽ അദ്ദേഹത്തിന് നല്ല വോട്ട് ബാങ്കുണ്ട്. ഒറ്റയ്ക്ക് നിന്ന് 20,000 വോട്ടുകൾ പിടിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. നേരത്തെ സ്വതന്ത്രരായ ആളുകൾ സുന്ദരൻ നാടാരോ അല്ലെങ്കിൽ KK നായരോ ഒക്കെ വിജയിച്ചിട്ടുണ്ടാകാം. പക്ഷേ ഈ അടുത്ത കാലത്ത് സ്വതന്ത്രനായി നിന്ന് വ്യക്തമായ വോട്ട് പിടിക്കുന്ന ഒരാൾ എന്ന രീതിയിൽ അദ്ദേഹത്തിന് ആ മണ്ഡലത്തിലുള്ള സ്വാധീനം നമ്മൾ വില കുറച്ച് കണ്ടുകൂടാ. അതുകൊണ്ട് തന്നെ UDFൽ PV അൻവറിനെ എടുക്കാത്ത പക്ഷം അദ്ദേഹം LDFലേക്ക് തിരികെ പോകാനുള്ള സാഹചര്യങ്ങളും ഉണ്ട് എന്ന ഒരു വിലയിരുത്തലുണ്ട്. കാരണം അദ്ദേഹം അവിടെ പോയാൽ അദ്ദേഹത്തിന് സീറ്റ് കൊടുക്കും. കാരണം LDFന് ഒരുപക്ഷെ അവിടെ ഒറ്റയ്ക്ക് നിന്ന് അരിവാൾ ചുറ്റിക നക്ഷത്രം ചിഹ്നത്തിൽ മത്സരിച്ച് ജയിക്കാനുള്ള ഒരു സാഹചര്യമില്ല. നേരത്തെ കുഞ്ഞാലി ജയിച്ചിരുന്നു. TK ഹംസ സ്വതന്ത്രനായിട്ടാണ് ജയിച്ചത്. പക്ഷേ PV അൻവർ ഒരിക്കൽ കൂടി LDFനോടൊപ്പം ചേരുന്ന പക്ഷം അവിടെ വിജയിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന വിലയിരുത്തൽ വന്നാൽ LDF ഒരു പക്ഷേ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകും. പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും കൂടുതൽ പ്രായോഗിക രാഷ്ട്രീയം കളിക്കുന്ന ഒരാൾ നമുക്ക് പിണറായി വിജയൻ ആണെന്ന് പറയാം. കാരണം അദ്ദേഹം അധികാരം നിലനിർത്തുവാൻ വേണ്ടി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റുകളൊക്കെ ചെയ്യുവാൻ തയ്യാറാണ്. പഴയ ഒരു കടുപിടുത്തം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോൾ ഇല്ല എന്നൊരു യാഥാർത്ഥ്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ PV അൻവർ പറഞ്ഞതൊക്കെയും മറക്കുവാനും PV അൻവറിനെ ഒരിക്കൽ കൂടി LDFലേക്ക് വരുത്തുവാനും കഴിഞ്ഞേക്കും എന്നത് ഒരു വസ്തുതയായി നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ UDFന് രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കുവാൻ പറ്റുന്ന ഒരു ഘടകം PV അൻവറിലുണ്ട്. PV അൻവർ നിലമ്പൂരിൽ 20,000 വോട്ടുകൾ മാത്രമേ പിടിച്ചിട്ടുള്ളെങ്കിലും PV അൻവർ പറയുന്നത് സത്യം ആണെന്ന് വിശ്വസിക്കുന്ന 1000-ലധികം ആളുകൾ കുറഞ്ഞത് ഓരോ മണ്ഡലങ്ങളും കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഉണ്ടാകും എന്നത് യാഥാർത്ഥ്യമാണ്. PV അൻവർ UDFൽ എത്തുന്ന പക്ഷം ആ വോട്ടുകൾ UDFന് അനുകൂലമായി മാറാം. കാരണം കോൺഗ്രസിൻ്റെ ഒരു സംഘടനാ സംവിധാനം തുലവും ദുർബലമാണ്. ഈ നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് പോലെയല്ല. ഒരു കേരളം മൊത്തവും ഒന്നിച്ചൊരു തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കേരളത്തിൻ്റെ കോൺഗ്രസിൻ്റെ മിഷണറി സംവിധാനം എങ്ങനെ പ്രവർത്തിക്കുമെന്നത് ഈ അവസരത്തിലും അത് ദുരൂഹമാണ്. കാരണം ഇലക്ഷൻ നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ യുവ നേതാക്കന്മാർ, പ്രത്യേകിച്ചും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടത്തിലും PK ഫിറോസും ഒക്കെ ഉൾപ്പെടുന്ന UDFൻ്റെ യുവനിര മണ്ഡലത്തിൽ ക്രോഡീകരിച്ച് പ്രവർത്തിക്കുന്നത് അവരുടെ വോട്ട് ബാങ്കുകൾ കൂട്ടുന്നതിനും അവരെ വിജയിപ്പിക്കുന്നതിനും ഒക്കെ സാധിക്കുമെങ്കിൽ കേരളത്തിൽ മൊത്തവും ഇലക്ഷൻ നടക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ രാഷ്ട്രീയ യുവ സാന്നിധ്യമൊന്നും എവിടെയും ഉണ്ടാകില്ല. കാരണം എല്ലാവരും ഇലക്ഷനിൽ മത്സരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും PK ഫിറോസും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാഫി പറമ്പിലുമൊക്കെ. അപ്പോൾ ഓരോ മണ്ഡലത്തിലും കോൺഗ്രസിൻ്റെ സംഘടനാ സംവിധാനം എടുത്തു നോക്കിയാൽ അത് ദുർബലമാണ്. അപ്പോൾ ഇതുപോലെയുള്ള ഓരോ വോട്ടുകളും അല്ലെങ്കിൽ ഓരോ വോട്ട് ബാങ്ക് കൊണ്ടുവരുവാൻ കഴിയുന്ന വ്യക്തികളെയും സ്വാധീനിച്ച് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ UDFന് അടുത്ത തവണ അധികാരത്തിൽ വരാൻ കഴിയൂ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ PV അൻവർ ഇഫക്റ്റ് വലിയൊരു ഇഫക്റ്റാണ്. ഓരോ മണ്ഡലത്തിലും 1000 വോട്ടുകൾ അദ്ദേഹത്തിന് സ്വാധീനിക്കാൻ പറ്റും. ആ വോട്ടുകൾ UDFന് മുതൽക്കൂട്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം. തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങണം. മറ്റു വീഡിയോ കാണുന്നവരെ നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.